ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ ദിവസമായി വീഡിയോ ഒന്നും ചെയ്യാത്തത്. മറ്റൊന്നും കൊണ്ടല്ല, ഫോണിന് കുറച്ച് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് ഓണാണ്, തിരുവോണാണ്. എല്ലാവർക്കും എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും 1000 ഓണാശംസകൾ. അപ്പോൾ ഇന്ന് ഓണത്തിന് നമ്മളെ ഫ്രണ്ട്സൊക്കെ ക്ഷണിച്ചിട്ടുണ്ട്. ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ JCI പയ്യോളി JCI മെമ്പറായിട്ടുള്ള മനോജ് ചേട്ടൻ, അതുപോലെ ലയൺസ് ക്ലബിൻ്റെ പ്രസിഡൻറ്റ് ജിതേഷ് ചേട്ടൻ, അവരൊക്കെ വീട്ടിൽ, അതുപോലെ ജയേഷേട്ടനൊക്കെ വീട്ടിൽ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും പോകാനുള്ള സമയക്കുറവ്, മറ്റ് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും മനോജ് ചേട്ടൻ്റെ വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിച്ച് പെട്ടെന്ന് തിരിച്ചു വരണം. അപ്പോൾ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, കുറേയായി വീഡിയോ ഒന്നും ചെയ്യാത്തത്. വീണ്ടും ഒന്ന് യൂട്യൂബിൽ ആക്റ്റീവ് ആകാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത ആളുകൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം, എന്നാലേ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിരുന്നല്ല, ഞാൻ നമ്മുടെ ലയൺസ് ക്ലബിൻ്റെ പ്രസിഡൻറ്റും JCI മുൻ പ്രസിഡൻറ്റുമായിരുന്ന ജിതേഷ് ചേട്ടൻ്റെ വീട്ടിലാണുള്ളത്. ഇവിടെ ഇപ്പോൾ JCI പൊതുനിരത്ത് മെമ്പർ ഡെൻസൺ ഉണ്ട്, അതുപോലെ സൂപ്പർ ജനറൽ സെക്രട്ടറിയാണ്, അതുപോലെ നമ്മുടെ സൂപ്പർ ഫൈസൽക്ക വൈഫ് നിശാന്തേട്ട എല്ലാവരും ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഞാനിവിടെ വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ അവർ പോകാൻ ഇറങ്ങുമ്പോൾ അവരെയും കൂടി വീഡിയോയിൽ ഉൾപ്പെടുത്തണം എന്നുള്ളത് കൊണ്ട് ഞാൻ പെട്ടെന്ന് എടുക്കുകയാണ്. ഇവിടുത്തെ മെമ്പർ വീട്ടിലെ ഹൗസ് ഓണർ ഒന്നും എടുത്തിട്ടില്ല, ഇവരങ്ങ് പോകുന്നത് കൊണ്ട് ആദ്യം ഇവരെടുക്കാന്ന് വെച്ചത്. ജിതേഷ് ചേട്ടൻ ബേക്കിലുണ്ട്. ജിതേഷ് ചേട്ടനെ കുറിച്ച് ഒരു എക്സ്പ്ലനേഷൻ എല്ലാം ഞാൻ മുമ്പേ തന്നിട്ടുണ്ട്, വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഓക്കെ, എല്ലാവരും ഒരു ഹാപ്പി ഓണം പറയും. അപ്പോൾ എല്ലാവർക്കും JCIയുടെ വകയും ഒരു ഹാപ്പി ഓണം. ജിതേഷ് ചേട്ടനെ വീട്ടിലെത്തിയപ്പോൾ തന്നെ വെൽക്കം ഡ്രിങ്കും അതുപോലെ അടിപൊളി പലഹാരങ്ങളൊക്കെ തന്നു. എല്ലാം അടിപൊളി സൂപ്പർ. ജിതേഷ് ചേട്ടൻ്റെ വീട്ടിൽ ഒരുപാട് ഗസ്റ്റുകളുണ്ട്. അതിൽ വളരെ സംതിങ് സ്പെഷ്യലായിട്ടുള്ള ഒരു ഗസ്റ്റിനെ കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല, ആളെ കണ്ടാൽ തന്നെ മനസ്സിലാവും. നമ്മുടെ വൈറൽ താരാണ്, പയ്യോളിയുടെ അഭിമാനമാണ് സന യസീർ. മുൻപ് സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മുടെ കുട്ടി ടീച്ചർ എന്ന ലേബലിൽ അറിയപ്പെട്ടു. പിന്നെ പബ്ലിക് സ്പീച്ച് ട്രെയിനർ, അതുപോലെ പ്രൊഫഷണൽ പേഴ്സണാലിറ്റി ഡെവലപ്പർ, അങ്ങനെ പല ഒരാൾ ബേക്കിൽ പെട്ടെന്ന് വന്നു നിന്നിട്ടുണ്ട്. അത് നമ്മുടെ സമതിക്കയാണ്, JCI സീനിയർ മെമ്പറാണ്. അപ്പോൾ സെനയിലേക്ക് തന്നെ വരാം. സെന, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു, ഹാപ്പി ഓണം എല്ലാവർക്കും. പിന്നെ ഞാൻ സെനയുടെ ഒരു ഫാന് കൂടിയാണ്. ഞാൻ കുറച്ച് ദിവസം മുമ്പ് സർഗാലയിൽ വെച്ച് സെനയുടെ ഒരു സ്പീച്ച് ഞാൻ കേട്ടു. അന്ന് ഞാൻ സെനയുടെ ഫാനായതാണ്. പക്ഷെ ഇത്ര പെട്ടെന്ന് അടുത്ത് പരിചയപ്പെടാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. അതുപോലെ ഏതാ സെനയുടെ ഉമ്മ നസ്രീത്തയും ഞാൻ വേറൊരു പരിപാടിയിൽ വെച്ച് പരിചയപ്പെട്ടു. പിന്നെയാണ് അറിയുന്നത് സെനയുടെ ഉമ്മയാണെന്ന്. അതുപോലെ തന്നെ ഞാൻ മെസ്സേജ് അയച്ചു, സെനയുടെ ഉമ്മയല്ലേ എന്ന് ചോദിച്ചിട്ട്. അതൊരു വലിയ അഭിമാനമാണ് മക്കളുടെ പേരിൽ അറിയപ്പെടുക എന്നുള്ളത്. ഇതാ യാസർക്ക. അപ്പോൾ യാസർ ഖാൻ എനിക്ക് JCIയിൽ ഉണ്ടായിട്ട് യാസർ ഖാനെ പരിചയപ്പെടാൻ പറ്റിയില്ല. ഇന്ന് ഇപ്പോൾ ജിതേഷ് ചേട്ടൻ്റെ വീട്ടിൽ വെച്ചാണ് പരിചയപ്പെടാൻ പറ്റിയത്. അപ്പോൾ എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ സെന വീഡിയോസൊക്കെ ഒന്ന് കാണണം. അതുപോലെ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരണം. സെനയോട് വിശദമായിട്ട് പിന്നെ ഞാൻ സംസാരിച്ച് അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, സമതുക്ക എന്തൊക്കെയാണ്? മാരത്തോൺ ഉണ്ടല്ലോ അതിന്റെ അടുക്കുള്ള മാരത്തോൺ 29th സോണിന്റെ പരിപാടിയാണല്ലോ. അതൊരു ഒഫീഷ്യൽ ആയിട്ട് തന്നെ പിന്നെ അതിന്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് പിന്നെ വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള നമ്മളെ ലയൺസും നമ്മളെ എല്ലാവരും, എല്ലാ ജിമ്മും മറ്റേ ഈ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും PT ഉഷൻ്റെ ഇന്നലെ വിളിച്ചിരുന്നു, പക്ഷെ കൺഫേം കിട്ടിയില്ല. അപ്പോൾ ഷാഫി പറമ്പിൽ നമുക്ക് എല്ലാവർക്കും ചെയ്തിട്ടുണ്ട്. ഓക്കെ, സെന അതിന്റെ മുന്നിൽ ഒരു വേണമെന്നുള്ള എൻ്റെ അഭിപ്രായം. പയ്യോളി റൺ സംഘടിപ്പിക്കുന്നതാണ് നമ്മുടെ പയ്യോളി റൺ എന്നുള്ള മാരത്തോൺ. എല്ലാവരും അതിൽ പങ്കെടുക്കണം. സെപ്റ്റംബർ 29 മാരത്തോൺ നടക്കുന്നത്. അപ്പോൾ സെനയും ഉണ്ടാവും. അപ്പോൾ സെനയുടെ കൂടെ നിങ്ങളും ഉണ്ടാവണം. അപ്പോൾ ഈ മാരത്തോണിനെ പറ്റി കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് നമ്മുടെ പ്രസിഡന്റ് നിശാന്തേട്ടൻ ഒന്ന് സംസാരിച്ചാൽ അത് പെട്ടെന്ന് മനസ്സിലാവുമായിരിക്കും. JCI സോൺ 21 നടത്തുന്ന ഈ മാരത്തോൺ സെപ്റ്റംബർ 29 കാലത്ത് 6 മണിക്കാണ് നടക്കുന്നത്. ഈ മാരത്തോൺ എന്ന് പറയുന്നത് നമ്മുടെ ലോക ഹൃദയ ദിനമായ സെപ്റ്റംബർ 29 നമുക്ക് വേണ്ടി മാത്രമല്ല JCI പയ്യോളി ഈ സംഘടിപ്പിക്കുന്ന ഈ പ്രോഗ്രാം പയ്യോളി ആവിക്കൽ ഭാഗത്ത്
ഉള്ള ഒരു പാവപ്പെട്ട ഒരു ഫാമിലിക്ക് ഹൃദ്രോഗിയായ അമ്മയും രണ്ട് മക്കളും അസുഖബാധിത 2 മക്കളടങ്ങുന്ന കുടുംബത്തിന് വേണ്ടി ഓടാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ഒരു ഓട്ടം ഒരു കുടുംബത്തിൻ്റെ താങ്ങായി മാറും. അതിന് നിങ്ങൾ തയ്യാറായാൽ നമുക്ക് അവരുടെ വീടെന്ന സ്വപ്നം ഈ ഓട്ടത്തിലൂടെ പൂർത്തീകരിക്കാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് ഹാപ്പി ഓണം. ഓക്കെ, ഒരു നല്ല എക്സ്പ്ലനേഷൻ തന്നെ നിശാന്ത് ഏട്ടൻ തന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞങ്ങൾ വേറെ തന്നെ ഒരു വീഡിയോ ആയിട്ട് മാരത്തോണിൻ്റെ വേറെ തന്നെ വീഡിയോ ആയിട്ട് എൻ്റെ ചാനലിൽ ഇടുന്നതായിരിക്കും. ജിതേഷ് ചേട്ടൻ്റെ വീട്ടിൽ ഫുഡൊക്കെ ഇങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്തായാലും തലേന്ന് രാത്രി മുതലേ ഉള്ള പ്രിപ്പറേഷൻ ആയിരിക്കും. ഇത്രയും ഫുഡൊക്കെ ആക്കിയെടുക്കാൻ എത്ര പ്രയാസമുണ്ട്. എന്തായാലും അടിപൊളി ഒരു സദ്യയാണ്. പക്ഷേ ഈ സദ്യ ഞാൻ മിസ് ചെയ്യാണ്. കാരണം നമ്മുടെ JCI മെമ്പർ കൂടിയായ മനോജ് ചേട്ടൻ്റെ വീട്ടിൽ എന്തായാലും ഫുഡ് കഴിക്കാൻ പോകണം എന്നുള്ള ഒറ്റ ഇതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ഫുഡൊക്കെ എനിക്ക് മിസ്സാവും. അപ്പോൾ ജിതേഷ് ചേട്ടൻ്റെ ഫാമിലിയാണിത്. അടിപൊളി ഫുഡൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനൊക്കെ വീഡിയോ ഞാൻ എടുത്തു. പക്ഷേ അതൊക്കെ എനിക്ക് മിസ് ചെയ്യാണ്. കാരണം എനിക്ക് മനോജ് ചേട്ടൻ്റെ വീട്ടിൽ അവർ ഫുഡ് എടുത്ത് വെച്ചിട്ട് വിളിക്കുമ്പോൾ എങ്ങനെയാണ് എല്ലാവരെയും ഒരുപോലെ, നമ്മൾ എല്ലാവർക്കും ഒരുപോലെയാണല്ലോ. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ജിതേഷ് ചേട്ടൻ്റെ വീട്ടിൽ ഒരുപാട് ഗസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് ഈ ഫുഡൊക്കെ കഴിച്ച് തീർക്കാൻ മാത്രം ആളിവിടെ ഉണ്ട്. അപ്പോൾ ജിതേഷ് ചേട്ടാ, ഞാനെന്തായാലും തൽക്കാലം ഇവിടുന്ന് പോവാണ്. അപ്പോൾ ജിതേഷ് ചേട്ടൻ്റെ മോള് വാ. പിന്നെ ഫാമിലിയുടെ ക്ഷണം എനിക്ക് ഒരുപാട് സന്തോഷമായി. ഞാനൊരു പുതിയ മെമ്പറാണ്. എന്നാൽ പോലും ജിതേഷ് ചേട്ടനെ പേഴ്സണലായിട്ട് തന്നെ ഓണത്തിനൊക്കെ ക്ഷണിച്ചു. ഒരുപാട് സന്തോഷം ചേച്ചി. അപ്പോൾ ഒരു ഹാപ്പി ഓണം എല്ലാവരും. ഹാപ്പി ഓണം. അപ്പോൾ ഓക്കെ, അപ്പോൾ ജിതേഷ് ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് നമ്മളിതാ മനോജ് ചേട്ടൻ്റെ വീട്ടിലെത്തി. ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ മനോജ് ചേട്ടൻ എന്നെ ഓണത്തിന് ക്ഷണിച്ചു, ഫുഡ് കഴിക്കാൻ ക്ഷണിച്ചു എന്നൊക്കെ. അതുകൊണ്ട് തന്നെ ഞാൻ ജിതേഷ് ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണമൊന്നും കഴിക്കാണ്ട് പിന്നെ മനോജ് ചേട്ടൻ്റെ വീട്ടിലെത്തിയാണ്. മനോജ് ചേട്ടൻ്റെ ഫാമിലി എല്ലാം ഇവിടെ ഉണ്ട്. ഇത് അടിപൊളിയായിട്ട് പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട്, സൂപ്പറായിട്ട്. മനോജ് ചേട്ടാ എന്തൊക്കെയാണ്? പിന്നെ പുറകിലിരിക്കുന്ന മനോജ് ചേട്ടൻ്റെ പെങ്ങളെ ഭർത്താവാണ്. പിന്നെ അവരുണ്ട്. അപ്പോൾ അവരെ മൊത്തം ഫാമിലി കൂടെ ഒരു ഓണം ആഘോഷിക്കാൻ പറ്റിയൊരു വലിയൊരു സന്തോഷമായിട്ട് കരുതുന്നു. എന്തായാലും മനോജ് ചേട്ടൻ എന്നെ ഓണത്തിന് ക്ഷണിച്ചു, അത് തന്നെ ഭയങ്കര സന്തോഷം. നാസർക്ക് ഉണ്ട്. നാസർക്ക് ഇതാ ഫുൾ കസവും കൊണ്ടും കാര്യങ്ങളൊക്കെ ഇട്ട് ഫുൾ സെറ്റപ്പിലാണ് വന്നത്. അപ്പോൾ നമ്മുടെ നിശാന്തേട്ടൻ പിന്നെ എൻ്റെ കൂടെ തുടക്കം മുതലേ ഉണ്ടല്ലോ. ഇനിയിപ്പോൾ ഇവിടുന്ന് ഫുഡും കഴിച്ച് പെട്ടെന്ന് തിരിച്ചു വേണം. പിന്നെ ഒരു ഹാപ്പി ഓണം പറയുന്നത് ചേട്ടാ. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് മൊത്തം ഉള്ളൊരു ഓണ ആശംസയാണത്. അപ്പോൾ ഓക്കെ, ബാക്കി ഫുഡ് കഴിക്കുന്ന അതുപോലെ JCIൻ്റെ. അപ്പോൾ നിശാന്തേട്ടാ JCIൻ്റെ ഒരു ഓണാശംസ പറയാം. JCI പയ്യോളിക്ക് എല്ലാവിധ ആശംസകളും. ഓക്കെ, അപ്പോൾ താങ്ക് യു. ബാക്കി നമ്മളെ ഫുഡ് കഴിക്കുന്നൊക്കെ വീഡിയോ എടുക്കാം. എങ്ങനെയുണ്ട് മനോജ് ചേട്ടൻ്റെ വീട്ടിലെ ഫുഡ് എന്നൊക്കെ ഞാൻ കഴിച്ചിട്ട് പറഞ്ഞുതരാം. ഓക്കെ, മനോജ് ചേട്ടൻ്റെ വീട്ടിൽ അടിപൊളി പൂക്കളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇതൊക്കെ മനോജ് ചേട്ടൻ തന്നെയാണോ ഇട്ടത് അല്ലെ വൈഫാണോ ഇട്ടത് എന്നറിയില്ല. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. സദ്യയിലുള്ള ഓരോ ഐറ്റംസ് ഇങ്ങനെ ഇലയിൽ മനോജ് ചേട്ടൻ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. മനോജ് ചേട്ടൻ്റെ അമ്മയും മനോജ് ചേട്ടനും ഇളയ മോൻ ആദ്യമൊക്കെയാണ് ഫുഡൊക്കെ വിളമ്പുന്നത്. അവരുടെ ആ ഒരു വൈഫിൻ്റെയും അമ്മയുടെയും അച്ഛൻ്റെയും എല്ലാവരുടെയും മനോജ് ചേട്ടൻ്റെയും ഒക്കെ സ്നേഹമൊക്കെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. നമ്മളത്രയും നല്ലൊരു ട്രീറ്റാണ് അവർ തന്നത്. ഓണസദ്യ വിളമ്പി വെച്ചിട്ടുണ്ട്. ഇതെൻ്റെ ഇലയാണ്. ഇതെല്ലാ വിഭവങ്ങളും കാര്യങ്ങളൊക്കെ. നാസർക്ക ചോറൊക്കെ കണ്ടപ്പോൾ പിന്നെ ആരെയും ഓർമ്മ തന്നെ ഇല്ല നാസർക്കാർക്ക്. എന്തായാലും ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഒരു ഓണസദ്യയൊക്കെ കഴിക്കുന്നത്. പണ്ട് എൻ്റെ മണിയൂരുള്ളപ്പോൾ ഞങ്ങൾ സ്ഥിരമായിട്ട് എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഓണവും വിഷുവും ഒക്കെ അവിടുന്ന് ആഘോഷിക്കൽ. അപ്പോൾ എൻ്റെ വിനീത് ചേച്ചീനൊക്കെ ഞാൻ ഒരുപാട് മിസ് ചെയ്യാന്ന്. വിനീത് ചേച്ചീൻ്റെ ഫുഡൊക്കെ ഇങ്ങനെ ഭയങ്കര നൊസ്റ്റാൾജിയ. എന്തായാലും ഫുഡൊക്കെ കഴിച്ച് ഞാൻ അഭിപ്രായമൊക്കെ പറയാം. ഓക്കെ, ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനിരുന്നാൽ ശരിക്കും ഒരുമിച്ച് എണീക്കണം എന്നാണ്. പക്ഷെ എനിക്കൊരു പിന്നെ എന്താ പറയുക, എനിക്ക് 3 മണിയാകുമ്പോഴത്തേക്ക് വടകര എത്തണം. പിന്നെ അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം, സസ്പെൻസ്. അപ്പോൾ അതുകൊണ്ടാണ് എന്തായാലും മനോജ് ചേട്ടനോടും വൈഫിനോടും പ്രത്യേകം പറയാണ്, അടിപൊളി ഫുഡാണ്. പിന്നെ എന്തായാലും ഈ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യാൻ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. കാരണം ഇത്രയൊന്നും ഉണ്ടാക്കൂലെങ്കിലും പൊതുവേ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ നമ്മളെ മനസ്സും സ്നേഹവും എല്ലാം കൂടിയുള്ള ഒരു അടിപൊളി ഫുഡായിരുന്നു. മനോജ് ചേട്ടാ, അടുത്ത ഓണത്തിന് തന്നെ ക്ഷണിക്കൂലേ? അപ്പോൾ നിശാന്തേട്ടാ, നസർക്ക
നാസർക്കൊന്നും തീരെ എന്താ പറയാ ഭക്ഷണം കഴിക്കുമ്പോ അങ്ങനെ അപ്പൊ അടുത്ത വർഷത്തെ പിന്നെ പരിപാടിക്കൊക്കെ എല്ലാവരും ഉണ്ടാവും എന്നാണ് നിശാന്തേട്ടൻ പറയുന്നത്. അപ്പൊ ഓക്കെ, നിശാന്തേട്ടൻ ഓണപരിപാടിയെല്ലാം ഉണ്ടാവില്ലേ ജെസ്സിയില്? ഓക്കെ, എല്ലാം നിശാന്തേട്ടൻ എനിക്ക് അനുഗ്രഹിച്ച് എല്ലാം എനിക്ക് തരുന്നുണ്ട്. അപ്പൊ നല്ലതിനാണോ എന്തിനാ ഉള്ളത് എന്നൊക്കെ നമുക്ക് വഴിയേ അറിയാം. അപ്പൊ എന്തായാലും എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ എല്ലാവരും എൻ്റെ വീഡിയോ കാണണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ ഒന്നുകൂടെ ഞാൻ മനോജേട്ടനും ഫാമിലിക്കും 1000 ഓണാശംസകൾ. മനോജേട്ടൻ്റെ മോന് നന്ദു, പിന്നെ ഇളയാള് ആദ്യം അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി ഞാൻ ഓണാശംസകൾ. അമ്മയും അച്ഛനൊക്കെ ഞാൻ അമ്മേൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്, അമ്മ ഫുഡ് വിളമ്പുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ ബൈ. അടുത്ത വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും.